ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡ്രീമേഴ്സ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ചിതറാൽ ജെയിൻ ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പം നാഗർകോവിലാണ് ഇതുള്ളത്. നമ്മൾ നാഗർകോവിൽ ഫ്ലൈ ഓവറൊക്കെ കയറുക, നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോവാണ്. രാവിലെ തന്നെയാണ് നമ്മൾ യാത്ര ആരംഭിച്ചത്. നാഗർകോവിലിൽ നിന്ന് ഏകദേശം 1 മണിക്കൂർ യാത്രയാണ് ചിതറാൽ ജെയിൻ ടെമ്പിളിലേക്ക് ഉള്ളത്. തിരുവനന്തപുരത്ത് നിന്നാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഏകദേശം 1.5 മണിക്കൂർ യാത്ര വരുന്നുണ്ട്. രാവിലെ 8 മണി മുതൽ 5 മണി വരെയാണ് ചിതറാലിലേക്കുള്ള സന്ദർശന സമയം. നമ്മൾ രാവിലെ തന്നെയാണ് പോയത്. ഒരു ഗ്ലാസ് ചായയൊക്കെ ഫ്രണ്ടിലുള്ള കടയിൽ നിന്ന് കുടിച്ച് ഇതാണ് ചിതറാൽ പ്രവേശന കവാടം. ഇതുവഴി നമ്മൾ ഉള്ളിലേക്ക് കടന്നു. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ രാവിലെ തന്നെയാണ് ഇവിടെ പോകാൻ ബെസ്റ്റ് ടൈം. കാരണം ആ ഒരു അന്തരീക്ഷവും കിളികളുടെ ശബ്ദവും ആ ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ അറ്റ്മോസ്ഫിയർ ആണ് അവിടേക്ക് നമുക്ക് ചെല്ലുമ്പോൾ കിട്ടുന്നത്. അത് ആസ്വദിക്കണമെങ്കിൽ രാവിലെ തന്നെ പോകണം. പാർക്കിങ്ങിനായി പ്രത്യേക സൗകര്യമുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ കയറി ചെല്ലുമ്പോൾ നമ്മുടെ പേരും അഡ്രസ്സും ഒക്കെ എഴുതി കൊടുത്തിട്ട് വേണം നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കാനായിട്ട്. ഇതൊരു ആർക്കിയോളജിക്കൽ സൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ ക്യാമറയൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. കുടിവെള്ളവും ഫോണും മാത്രമേ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലാതെ പ്ലാസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങളൊന്നും തന്നെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല. പിന്നെ പ്രധാനമായിട്ടും നമ്മൾ ഈ വഴിയാണ് കേട്ടോ, നല്ല ക്ലീൻ ആയിട്ട് അവർ വെച്ചിട്ടുണ്ട്. 2 സൈഡിലും ബദാം മരങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. അപ്പോൾ ഏകദേശം നമുക്ക് ഒരു അരമണിക്കൂറോളം നടക്കാനായിട്ട് ഉണ്ട്. ഒരു കിലോമീറ്റർ ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഊഹം. 1 കിലോമീറ്ററോളം നമുക്ക് നടക്കാനുണ്ട്. അപ്പോൾ നല്ലൊരു എക്സസൈസും കൂടെയാണ് രാവിലെ ഇങ്ങനെ നടക്കുക. പക്ഷെ കുറേ ദൂരം നടന്നു കഴിയുമ്പോൾ നമ്മൾ മടുക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇരിക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് അവിടെ ഇരിപ്പിടമൊക്കെ ഉണ്ട്. നമ്മൾ കയറി പോകുന്ന വഴിയിൽ ഒരു സൈഡ് ഫുള്ള് പാറയാണ്. നമ്മൾ കയറി ചെല്ലുമ്പോൾ ഈ ഭാഗം വലതേക്ക് ചെല്ലുമ്പോൾ അവിടെ പാറയിൽ പോയിരുന്ന് നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. പിന്നെ നേരെ മുന്നിൽ ചെറിയൊരു ഗാർഡൻ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ മനോഹരമാണ്. നമ്മൾ തിരിച്ചിറങ്ങി വന്നപ്പോഴാണ് അവിടെ പോയി കുറച്ച് നേരമൊക്കെ ഇരുന്ന് റിലാക്സ് ചെയ്തിട്ടാണ് പോരുന്നത്. ഇനി ഇവിടുന്ന് നമുക്ക് മുകളിലേക്ക് പോകാനായിട്ട് ഒരു 200 മീറ്റർ യാത്ര കൂടിയുണ്ട്, നടന്ന് കയറാനായിട്ടുണ്ട്. അതിൻ്റെ സൈൻ ബോർഡൊക്കെ അവർ വെച്ചിട്ടുണ്ട്. മുന്നിലേക്ക് കയറി ചെല്ലുമ്പോൾ ഈ വഴിയാണ് കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങളും പോയി നോക്കുക. ആ ഇലകൾക്കിടയിലൂടെ സൂര്യപ്രകാശം വരുന്നതിൻ്റെ ആ ഒരു കാഴ്ച എല്ലാം നമ്മളെ കണ്ണും മനസ്സും വളരെയധികം നിറയ്ക്കുന്ന രീതിയിലുള്ള കാഴ്ചകളായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഈ മരമാണ് കേട്ടോ. അത് ഭയങ്കര നല്ല ഷേപ്പിൽ ഇങ്ങനെ വളർന്നു പോയേക്കുന്നതാണ്. ഭയങ്കര രസമാണ്. നമുക്ക് വേണേൽ അവിടെ കയറി ഇരുന്ന് കാണുകയൊക്കെ ചെയ്യാം. പിന്നെ പല ഷേപ്പിലുള്ള പാറകളൊക്കെ ഉണ്ട്. പിന്നെ ക്ലീനാണ് കേട്ടോ, എല്ലാ സ്ഥലവും നല്ല ക്ലീനാണ്. പ്ലാസ്റ്റിക് അലൗഡ് അല്ലാത്തതുകൊണ്ട് തന്നെ ആർക്കും ഒന്നും കൊണ്ട് അവിടെ ഇടാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ നല്ല ക്ലീനായിട്ട് എല്ലാ ഭാഗവും അവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഡെയിലി ക്ലീനിങ്ങും ഉണ്ട്. നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ കണ്ടു, ഒരാൾ കയറി വന്ന് എല്ലാം നല്ല ക്ലീനാക്കിയിട്ട് പോകുന്നു. ഇതൊരു മോളിൽ കാണുന്നതാണ് അമ്പലം. നമ്മൾ പോകാൻ പോകുന്ന ജെയിൻ ടെമ്പിൾ മോളിൽ കാണുന്നതാണ്. പ്രകൃതി നമുക്ക് വേണ്ടി അത്ര മനോഹരമായ കാഴ്ചയാണ് ഇവിടെ ഒരുക്കി വെച്ചിരുന്നത്. ആകാശമാട്ടെ അല്ലെങ്കിൽ ആ ഒരു അറ്റ്മോസ്ഫിയർ ആട്ടെ എല്ലാം അതിമനോഹരമാണ്. നമ്മൾ ഈ ഫ്രെയിമിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് അവിടെയുള്ള ഓരോന്നിലും ഓരോ സൗന്ദര്യം കണ്ടെത്താനായിട്ട് സാധിക്കും. അത്ര മനോഹരമായിരുന്നു. നമ്മൾ ഏകദേശം അമ്പലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇതൊരു ആലാണ്. അതിൻ്റെ ചുവട്ടിലായിട്ട് നമുക്കിങ്ങനെ കയറി ചെല്ലാനായിട്ട് സീറ്റിങ് ഇരിപ്പിടമൊക്കെ ഉണ്ട്. നിങ്ങൾ നോക്കിയപ്പോൾ ഒരു ഗുഹ പോലെയാണ്. ആ പാറ ഇടയിൽ കുറച്ച് ഭാഗമുണ്ട്. മഴ പെയ്യുമ്പോഴൊക്കെ വേണമെങ്കിൽ അവിടെ കയറിയിരിക്കാം. അങ്ങനെ ഒരു നല്ല രസമുണ്ടായിരുന്നു. ആ ആലിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ കുറച്ചുകൂടി നമുക്ക് എനർജി കിട്ടും. നല്ല ഭംഗിയായിരുന്നു. കുറേ ആളുകളൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഒന്ന് റിലാക്സ് ആയിട്ടാണ് അകത്തേക്ക് കയറിയത്. കയറി ചെല്ലുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു കവാടമുണ്ട്, കല്ലുകൊണ്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ്. ഈ 2 പാറകൾക്കിടയിലൂടെയാണ് നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഭയങ്കര രസമായിട്ട് തോന്നി. അന്നത്തെ കാലത്തല്ലേ ആളുകൾ അവിടെ പോവുകയും ഇങ്ങനൊരു ക്ഷേത്രം നിർമ്മിക്കുകയും ഒക്കെ ചെയ്തത്. കുറച്ചങ്ങോട്ട് നടന്നപ്പോൾ വലത് സൈഡിലായിട്ടൊരു ഗ്യാപ്പുണ്ട് പാറകൾക്കിടയിലൂടെ. നമ്മൾ അതിൽ പോയില്ല, നേരെ അമ്പലത്തിലേക്ക് തന്നെയാണ് പോയത്. ഇറങ്ങി ചെന്നപ്പോൾ കണ്ടൊരു കാഴ്ച അത്ര മനസ്സിന് സന്തോഷം തരുന്നതായിരുന്നു. അപ്പോഴേക്ക് വീശി വന്നൊരു കാറ്റ് നമ്മൾ അത്രയും നേരത്തെ നമ്മുടെ ക്ഷീണമൊക്കെ തന്നെ മായ്ച്ചു കളയുന്ന വിധമായിരുന്നു. ഇതാണ് ക്ഷേത്രവും അതിൻ്റെ പരിസരവും ഒക്കെ. നല്ല നീറ്റാണ്, നല്ല കാമാണ്. നമുക്ക് കുറേ നേരം അവിടെ ഇരിക്കാൻ തോന്നി. ഞങ്ങൾ ആ സ്റ്റെപ്പിൻ്റെ അവിടെ കുറേ നേരം ഇരുന്ന് നന്നായിട്ട് അവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ചു. അതിനുശേഷം അമ്പലത്തിൻ്റെ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോയി പാറയുടെ അവിടെ ചെന്ന് നിന്നു.
അവിടെയും ഭയങ്കര കാറ്റായിരുന്നു. നല്ല എനർജി എന്ന് പറഞ്ഞാൽ നല്ല ഫ്രഷ് എയർ ആണ് നമുക്കവിടെ കിട്ടുക. ഇതാണ് ക്ഷേത്രം. 13-ാം നൂറ്റാണ്ടിലാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചിട്ടുള്ളത്. പ്രധാനമായും 3 പ്രതിഷ്ഠകളാണ് ഇവിടെയുള്ളത്. ക്ഷേത്രത്തിനകത്ത് വീഡിയോ എടുക്കാൻ സാധിക്കില്ല. അമ്പലത്തിൽ കയറി തൊഴുതതിന് ശേഷം ഞങ്ങൾ ഇറങ്ങി. പിന്നീട് കയറിപ്പോയപ്പോൾ കണ്ട ഈ ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ എത്തി. അവിടെ നല്ല ഭംഗിയായിരുന്നു. കുറച്ചു നേരം അതിലെ ഇങ്ങനെ നടന്നു, പാട്ടൊക്കെ പാടി, നല്ല രസമായിരുന്നു. നല്ല തണലുണ്ട്. ആ വെയിലുണ്ടെന്ന് പറഞ്ഞാൽ ഇത്രയും മരങ്ങളുള്ളതുകൊണ്ട് ഈ ഭാഗത്ത് നല്ല തണലാണ്. ഞങ്ങൾ കുറച്ചു നേരം അവിടെ സ്പെൻഡൊക്കെ ചെയ്തു. അപ്പം നമ്മുടെ ഈ ഒരു യാത്ര എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനിയും ഉള്ള ഇതുപോലെ യാത്രാ വ്ളോഗുകളാട്ടെ അല്ലെങ്കിൽ മറ്റ് കുട്ടി കുട്ടി വ്ളോഗുകളാട്ടെ എല്ലാം നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മറക്കാതെ എല്ലാവരും തന്നെ നമ്മുടെ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.